സിനിമാ കഥയെ പോലും വെല്ലുന്ന രീതിയിൽ വളരെ വിദഗ്ധമായ രീതിയിൽ ഒരു മോഷണം തിരുവനന്തപുരത്ത് നടന്നിരിക്കുകയാണ്. ആ മോഷണത്തിന് മോഷ്ടാക്കൾ ഉപയോഗിച്ച അതേ തന്ത്രം ഉപയോഗിച്ച് ബാലരാമപുരം പോലീസ് ആ പ്രതികളെ കുടുക്കി എന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. സംഭവം ഒരു കാർ കച്ചവടമാണ്. കാർ വിൽപ്പനയ്ക്കുണ്ട് എന്ന് പറഞ്ഞ് കാർത്തിക് എന്ന ഒരാൾ OLXൽ ഒരു പരസ്യമിടുന്നു. ഈ പരസ്യം കണ്ട് തമിഴ്നാട് കന്യാകുമാരി സ്വദേശികളായ രണ്ടുപേർ, ഏഴിൽദാസ്, മെൽബിൻ എന്നാണ് ഇവരുടെ പേര്. ഈ രണ്ടുപേര് കാർത്തികിനെ ഫോണിൽ ബന്ധപ്പെടുന്നു. ഈ കാർ തങ്ങൾക്ക് വേണം എന്ന് പറയുന്നു. അപ്പോൾ അതിനായി കാർ കാണാൻ അവരൊരു ദിവസം വരുന്നു എന്ന് പറയുന്നു. അത് ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന ദിവസം ഇന്ന സമയം കാത്തു നിൽക്കാൻ ഈ കാർത്തികിനോട് ആവശ്യപ്പെടുന്നു. കാർത്തിക് ഇതെല്ലാം സമ്മതിച്ച് അതിനുശേഷം ഈ ഏഴിൽദാസും മെൽബിനും എന്താണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ വിദഗ്ധമായ രീതിയിൽ കാർത്തിക് നൽകിയിരിക്കുന്ന ഈ പരസ്യം കാണിച്ച് മറ്റൊരാളെ കൂടി ഈ മോഷണ കഥയിൽ ഇരയാക്കുകയായിരുന്നു. അദ്ദേഹം തെങ്കാശി സ്വദേശി മനോഹരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെ ഈ കാറിന്റെ പരസ്യം കാണിച്ച് അദ്ദേഹവുമായി ഇവർ കച്ചവടം ഉറപ്പിച്ച് ഈ തെങ്കാശിക്കാരനായ മനോഹരനിൽ നിന്ന് ഇവർ പൈസ വാങ്ങുകയും ചെയ്തു. എന്നിട്ട് ഏഴിൽദാസും മെൽബിനും ബാലരാമപുരത്ത് കാർത്തിക് കാത്തു നിൽക്കാം എന്ന് പറഞ്ഞ ദിവസം കാറ് കാണാൻ എന്ന വ്യാജേന അവിടെ എത്തുന്നു. നാച്ചുറലി നമ്മളൊരു കാർ കച്ചവടം നടക്കുമ്പോൾ ആ വാഹനം ഒന്ന് ഓടിച്ചു നോക്കണമെന്ന് ആവശ്യപ്പെടും. അതുപോലെ ഈ വാഹനം ഓടിച്ചു നോക്കണം എന്ന് പറഞ്ഞ് കാർത്തിക്കിന്റെ കയ്യിൽ നിന്ന് വളരെ വിദഗ്ധമായി താക്കോൽ കൈവശപ്പെടുത്തുന്നു. എന്നിട്ട് മെൽബിൻ എന്ന് പറയുന്ന ആൾ വാഹനം ഓടിച്ചു നോക്കാൻ പോകുന്നു. ഏഴിൽദാസിനോടൊപ്പം കാർത്തിക്കിനെയും ബസ്സിൽ കയറി കളിയിക്കവിള എന്ന് പറയുന്ന സ്ഥലത്ത് വരാൻ പറയുന്നു. അവിടെ ഇതിന്റെ ബാക്കി ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് ചെയ്യാൻ മറ്റൊരാൾ ഉണ്ടാകും എന്നിവർ കാർത്തിക്കിനെ പറഞ്ഞ് ധരിപ്പിക്കുന്നു. കാർത്തിക് ഇതെല്ലാം വിശ്വസിച്ച് ഏഴിൽദാസിനോടൊപ്പം ബസ്സിൽ കയറി കളിയിക്കവിളയിലെത്തുന്നു. പക്ഷേ കളിയിക്കവിളയിലെത്തിയ കാർത്തിക്കിനെ എങ്ങനെയോ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഈ മെൽബിൻ അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. പിന്നെ മെൽബിനെ പൊടിയിട്ട് നോക്കിയിട്ട് പോലും കാർത്തിക് കണ്ടില്ല. ശരിക്കും ആകപ്പാടെ വിഷമിച്ചു പോയ കാർത്തിക് ഏകദേശം താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ബാലരാമപുരത്തെത്തി നോക്കുന്നു. കാർ അവിടെ ഇല്ല. ഉടൻ തന്നെ ബാലരാമപുരം പോലീസ് സ്റ്റേഷന് പരാതി നൽകി. ഇവരെ ഫോണിൽ വിളിക്കുമ്പോൾ ഫോണിൽ കിട്ടുന്നില്ല. പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ, ഇവർ സഞ്ചരിച്ച ആ വഴിയിലുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് തന്ത്രപരമായി മറ്റൊരു വാഹനം വിൽപ്പനയ്ക്ക് കഥയുണ്ടാക്കി പ്രതികളുടെ അടുത്ത് എത്തി അവരെ വളരെ തന്ത്രപരമായി പിടികൂടുകയായിരുന്നു. പ്രതികളിൽ നിന്ന് മോഷണം പോയ കാറും കണ്ടെത്തി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നെയ്യാറ്റിൻകര DYSPയുടെ നിർദ്ദേശപ്രകാരം ബാലരാമപുരം SI ജ്യോതികുമാർ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ പത്മകുമാർ, അരുൺ SV എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ വളരെ തന്ത്രപരമായി പിടികൂടിയത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പല രീതിയിൽ ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ നമുക്ക് നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. OLXൽ ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടുവരുന്നവരും അതുപോലെ OLXൽ ഈ വിൽപ്പനയ്ക്ക് വെക്കുന്നതും എല്ലാം ജെനുവിനാണ് എന്ന് വിശ്വസിക്കരുത്. എന്തും വളരെ എന്ന് വെച്ചാൽ എല്ലാവരും ഫേക്ക് ആണെന്നും അല്ല, എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി വേണം OLX വഴിയുള്ള വിൽപ്പനകളിലൊക്കെ മുന്നോട്ട് പോകാൻ. പലതരത്തിലുള്ള ചതിക്കുഴികൾ ഉണ്ടാകും. ഇതിപ്പോൾ വളരെ തന്ത്രപരമായി തന്നെ കാർത്തിക് മുന്നോട്ട് പോയതുകൊണ്ട് കാര്യങ്ങൾ വളരെ ഈസിയായി കാർത്തികിന് വാഹനം തിരിച്ചു കിട്ടാൻ ഇടയായി. എന്തായാലും ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ ധാരാളം നമ്മുടെ ചുറ്റുപാടും ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റുകളിലൂടെയുള്ള വിൽപ്പനകൾ കരുതി തന്നെ സമീപിക്കുക. വളരെ ഈസിയായി നമുക്ക് പല കാര്യങ്ങളും കിട്ടുന്ന ഇടം തന്നെയാണ് ഓൺലൈൻ സൈറ്റുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ. പക്ഷേ അവിടെ നമ്മൾ ചതിക്കപ്പെടാനും സാധ്യതകൾ ഏറെയാണ് എന്ന് എപ്പോഴും മനസ്സിൽ വെക്കുക. അതനുസരിച്ച് മുന്നോട്ട് പോവുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.